ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ പോള ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. കുറച്ച് ബ്രെഡ് പീസസും അതുപോലെ തന്നെ പാലും അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോള ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസുള്ള പഴമാണ് എടുത്തത്. ഇപ്പോൾ ഞാനിത് 2 പോള ചെയ്യുന്നത് കൊണ്ട് 2 പഴം എടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഒന്നാ ചെയ്യുന്നെങ്കിൽ 1 പഴം എടുത്താൽ മതി കേട്ടോ. അതുപോലെ ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം തന്നെ എടുത്തോളൂ ഒരു പോളക്ക് വേണ്ടിയിട്ട്. ഇനി ഈ പഴം രണ്ടും ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തിക്നെസ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാവേ. പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പഴം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, അധികം അങ്ങ് വയറ്റി ഉടക്കരുത്. ഷാലോ ഫ്രൈ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മളൊന്ന് പഴുത്ത പഴമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതാണ് ഞാൻ പറഞ്ഞത് മീഡിയം പഴുപ്പുള്ള തന്നെ എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതും ഈ ഒരു കണക്കാകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കളയുന്നുണ്ട്. കളറ് മാറിപ്പോയാൽ ഞാൻ പറഞ്ഞതുപോലെ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനി തമ്മിൽ ഒട്ടാതെ പഴയല്ലേ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കും പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് 6 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പാൻ ചെറുതായതുകൊണ്ടാണ് 6 ബ്രെഡ് പീസസ് എടുത്തത്. നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള പാനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ബ്രെഡിൻ്റെത്. അല്ലെങ്കിൽ പിന്നെ അതിനൊരു തിക്നെസ് കുറവായിരിക്കും ഉണ്ടാകാൻ. അപ്പോൾ കുറച്ച് നല്ല വോളിയത്തിൽ കിട്ടണമെങ്കിൽ ആ ബ്രെഡ് പീസസ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി ഈ ബ്രെഡ് പീസസൊക്കെ ഇതുപോലെ ഒന്ന് പിച്ചെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കണമെന്നില്ല. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ സൈഡ് വശത്തുള്ള ആ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അത് നല്ല ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്താളാം കേട്ടോ. അപ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റാണ് ഉണ്ടാകാൻ. അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തിടാം. എൻ്റെത് ചിലതൊക്കെ അങ്ങനെ കുറച്ച് ഡാർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് പിച്ചെടുത്തു. ബാക്കിയൊക്കെ ഷേപ്പില്ലാതെ തന്നെ അങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ബ്രെഡ് പീസസ് ഒക്കെ പിച്ചി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരെ പാനിന് കണക്കാക്കിയിട്ടുള്ള എണ്ണ എടുത്തോളൂ. ഞാൻ ഇപ്പോൾ എൻ്റെ പാനിന് കണക്കാക്കിയിട്ടുള്ള എണ്ണയാണ് എടുത്തത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം ഈ പഞ്ചസാരയും തേങ്ങയും ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. തേങ്ങയും പഞ്ചസാരയും ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് 1/4 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഏലക്ക പൗഡറോ അതല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്കത് കുതിർത്തി എടുക്കാനുള്ളതല്ലേ ബ്രെഡ്. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ പിച്ചെടുത്ത് വെച്ച ഈ ബ്രെഡ് പീസസ് ഇല്ല, അത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡും മുട്ടയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കായ്പോളൊക്കെ ചെയ്യുമ്പം പഴം ആ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, അതേ കണക്ക്. പക്ഷെങ്കിലില്ലേ, ഇത് നന്നായിട്ട് അങ്ങ് ഉടച്ച് കളയരുത്. ഇതിപ്പം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് നന്നായിട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിക്ക് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഗീയൊക്കെ തടവി എടുത്തിട്ടുണ്ട് പാന്. ഇനി ഇതിലോട്ട് ബ്രെഡിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പാനിലോട്ട്. പാനിലോട്ട് ബ്രെഡിൻ്റെ മിക്സ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ലെവൽ ചെയ്യുന്ന വിധത്തിലൊന്ന് സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അടിച്ച് എടുക്കണം എന്നില്ല, കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് പഴം ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇനി ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോഴൊന്ന് ലെവലിൽ അങ്ങ് നിന്നോളും കേട്ടോ. പിന്നെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ടാവുകയും ചെയ്യും. ഇനി നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ തമ്മിൽ ഒട്ടുന്നത് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ മെമ്മയിലൊക്കെ വെക്കാതെ ഒന്നിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി പോലെ അങ്ങ് ചെയ്തോളൂ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് വീണ്ടും അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുട്ടയിലോട്ട് അതൊന്ന് പതിഞ്ഞങ്ങ് ഇരുന്നോളും കേട്ടോ. എന്തായാലും ആ മുട്ട ഉണ്ടല്ലോ ബ്രെഡിൽ, അപ്പോൾ അതിൻ്റെ ആ ഒരു നനവ് കൊണ്ട് അതങ്ങ് സ്റ്റിക്കായി നിന്നോളൂ. ഇനി കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് തന്നെ എടുക്കണമെന്നില്ല, വെളുത്ത എള്ളായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി എന്നും പറയുന്നത് പോലെ പഴയ സബ്സ്ക്രൈബർ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ ഈ ഭാഗം കേട്ടോ. ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഒരു തവയോ അതല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളറോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പോള പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്, ഞാനിപ്പോൾ എൻ്റെ ഒരു കണക്കാന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിന് അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ ടൈം. ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു 30 മിനിറ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതും പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാമെന്ന്, വെക്കുന്ന ലിഡ് ഗ്ലാസ് ലിഡാണെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം പോള കുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 10-30 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് തന്നെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൈഡ് വശത്ത് വിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇനി സെൻറ്റർ ഭാഗം കൂടെ ഒന്ന് കുത്തി നോക്കാം. അതിന് ഏതെങ്കിലും ഒരു കൊള്ളിയോ സ്ക്യൂറോ വെച്ചോ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ പോള ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൂടെ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പാനിലോട്ട് ഈ പോള ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടിവശമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഇതും ഞാൻ ഇതേപോലെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയൊരു 3-4 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ. കാരണം ഓൾറെഡി നമ്മളതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണല്ലോ അതിൻ്റെ മേൾഭാഗത്ത് പഴം വെച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി കുക്കായിട്ടുണ്ടാവും. ഇനി ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, അടിവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൂടെ നോക്കാം. അതിനായിട്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 മിനിറ്റ്. അത് ഫ്ലെയിം ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് എൻ്റെ ഫ്ലെയിമിന് ഒരു 3 മിനിറ്റേ വേണ്ട വന്നിട്ടുള്ളൂ. കാരണം ഓൾറെഡി നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനും വഴിയുണ്ട്. കണ്ടോ, സൈഡ് വശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ പോള നമുക്ക് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ആക്കിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറും ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊരു വെറൈറ്റി അല്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഞാനിത് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. ഇത് നോക്കിയാൽ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും അതേപോലെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ അടിവശമൊക്കെ കണ്ടോ, അധികം കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ആ ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവിയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാന് വെച്ച് കൊടുത്താൽ കരിഞ്ഞു പോവാതെ പോള നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ ഒരു കാര്യം കൂടെ എന്നോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ പറയാൻ. നമ്മൾ ബ്രെഡ് മുട്ടയിലേക്ക് മിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ മുട്ടയുടെ അളവ് ചെറിയ മുട്ടയാണെങ്കിൽ ആ അളവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട വേറെ തന്നെ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ ബ്രെഡിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാം കൂടെ അതങ്ങ് അടിഞ്ഞ പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഈ പോള വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ പോളയല്ലേ. അപ്പം ബ്രെഡും മുട്ടയും ഉള്ളപ്പോൾ പെട്ടെന്ന് ചെയ്തെടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായി പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.